ഇന്ന് രാത്രിത്തേക്ക് ഫിഷ് മോളി അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ തീരുമാനിച്ച് അതിനുവേണ്ടി മീൻ വാങ്ങിച്ചതൊന്നുമല്ല. വീട്ടിൽ കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച് അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴേ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻ വെച്ചിട്ട്. അങ്ങനെ ഫിഷ് മോളിയിലോട്ട് എത്തിയത്. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ മാവില്ലായിരുന്നു. പൊതുവേ ഫിഷ് മോളി അപ്പമാണല്ലോ കോമ്പിനേഷൻ പറയുന്നത്. അതുകൊണ്ട് മാവില്ലാത്തതുകൊണ്ട് ഒരു മാവ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 4-5 കഷ്ണം മീനെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇച്ചിരി നാരങ്ങ നീരും കൂടെയൊക്കെ ഒഴിച്ച് ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു. എന്നിട്ട് ആ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് ഞാൻ ബാക്കിയെല്ലാം അരിഞ്ഞൊക്കെ എടുത്തു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ അരിഞ്ഞു. പിന്നെ തേങ്ങയുടെ 2-ാം പാലും 1-ാം പാലൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുത്ത്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ മീനൊരു 2 വശം ഒന്ന് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു 2 വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടണ കണക്കിന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ബാക്കി മസാലകളും ബാക്കിയെല്ലാം ചെയ്യുന്നത്. ആ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ഒരു 4 ഏലക്ക, ഗ്രാമ്പൂ, ഒരു 2 കഷ്ണം പട്ട ഒക്കെ ഇട്ടൊന്ന് വശക്കി ഈ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി, സവാളയൊക്കെ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അങ്ങ് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നും വഴറ്റണ്ട, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി സവാള. ആ ഒരു കണക്കിന് നന്നായിട്ട് ഒന്ന് വശക്കി എടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ മസാലകളായിട്ട് ചേർക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താൽ മതി. വേറെ ഒന്നും ചേർക്കണ്ട. മുളക് പൊടി ചേർക്കത്തില്ലല്ലോ, ഫിഷ് മോളിക്ക് കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വശക്കിയൊക്കെ എടുത്തതിന് ശേഷം ഇത്രയും ഒന്ന് ചേർത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് 2 കൈ കൊണ്ടിട്ട് ക്യാമറയും ഈ പരിപാടിയെല്ലാം നടക്കാത്തതുകൊണ്ട് മോളാണ് കേട്ടോ ക്യാമറ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുക്ക് ചെയ്യണമെന്നായി. പിന്നെ മുളകൊന്നും കൊടുക്കാൻ എനിക്കൊരു പേടിയായതുകൊണ്ട് പിന്നെ ബാക്കി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയൊക്കെയാണ് ഇട്ട് വശക്കാൻ കൊടുത്തത്. അത് പിന്നെ കുക്കിംഗ് പുള്ളിക്കാരിയും ക്യാമറ ഞാനുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതൊന്ന് വശണ്ട് വരുമ്പോൾ അതിലേക്ക് ഈ 2-ാം പാൽ ഒഴിച്ച് ഒരു ചെറിയ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും, ഒന്ന് നല്ല തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് ഈ മീനും ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. ഈ കറി ഒന്ന് കുറുകി വരുന്ന പരുവത്തിന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട, മീൻ നേരത്തെ ഫ്രൈ ചെയ്തതല്ലേ. അപ്പോൾ ഈ പാലൊന്ന് കുറുകി ഒന്ന് തിക്കായിട്ട് വരുന്ന സമയം അത്രയും മതി വേവിക്കാൻ. ഒന്ന് തിക്കായി വരുമ്പോഴത്തേനും അതിലേക്ക് ഈ 1-ാം പാൽ ഒഴിച്ച് ഒരു കുറച്ച് നാരങ്ങ നീരും ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞൊഴിച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. തവിയൊന്നും ഇട്ട് ഇളക്കണ്ട, ചിലപ്പോൾ മീനും പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞപ്പം ഫിഷ് മോളി റെഡിയായി. പിന്നെ അപ്പവും ചുട്ട് ഫിഷ് മോളിയും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഈ ഫിഷിൻ്റെ വെറൈറ്റി ഡിഷൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാൻ പറ്റിയ തേങ്ങാപ്പാൽ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഫിഷ് മോളി. സത്യം പറഞ്ഞാൽ മീൻ വേണ്ടായിരുന്നു, അതിൻ്റെ കറി മാത്രം മതിയായിരുന്നു അപ്പം കഴിക്കാൻ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.